ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ കൂടെ ദൈവവചനമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ അവസാനം പാടിയ പാട്ട് പാടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആത്മാവിൻ്റെ ഒരു ഐക്യം ഇവിടെ കാണാനുണ്ട്. കാരണം നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ വചനം പ്രസംഗിക്കുന്നത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ടൊരു പ്രബോധനം പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ എനിക്കിന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ പ്രബോധനം ശരിയായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു നമ്മുടെ പാട്ടല്ലേ, ശരിയായി പ്രാർത്ഥിപ്പാൻ കൃപ തരണേ എന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമ്മളിന്ന് 3 വേദഭാഗങ്ങൾ എടുത്ത് നമ്മുടെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കാം. മത്തായി 15 അതിൻ്റെ 21 മുതലാണ് ഞാൻ വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. മത്തായി 15-ന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോടൊരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇതേ സംഭവം നമുക്ക് മർക്കോസ് 7 വായിക്കാം. അവിടെ പോയി വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വന്ന സഹോദരി ഒരു യവന സഹോദരിയാണ്. സിറോഫിനീഷ്യൻ രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ ആ ദേശത്തുനിന്ന് വന്നൊരു സഹോദരിയാണ്. എന്തായാലും വന്നിരിക്കുന്നത് യഹൂദ സ്ത്രീ അല്ല, അല്ലേ? അപ്പോൾ 1-2 ചിന്തകൾ ഇവിടെ നിന്ന് പങ്കുവെക്കട്ടെ. ഒരു കനാന്യ സ്ത്രീ വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരുന്നു. മർക്കോസ് 7 വായിക്കുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ആരും അറിയാതെ ഒന്ന് ഒളിച്ചു പോയി ഇരിക്കാൻ പോയതായിരുന്നു. പക്ഷേ എന്നിട്ടും തന്നെക്കുറിച്ചുള്ള വാർത്ത അവിടെ എല്ലാം അറിഞ്ഞു എന്നുള്ളതായിരുന്നു, അല്ലേ? അന്നത്തെ കാലത്തെ പ്രത്യേകത, ഇന്നത്തെ കാലത്തെ പ്രത്യേകത, അന്ന് കർത്താവ് പലരോടും പറഞ്ഞിരുന്നത് സൗഖ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീ ആരോടും പറയരുത്, അല്ലേ? ഇന്ന് കർത്താവ് പറയുന്നത് നിങ്ങളെല്ലാ ഭൂമിയുടെ അറ്റത്തോളം പോയി പറയണം. അന്നുള്ള വ്യക്തികൾ എന്ത് ചെയ്തു? പറയരുതെന്ന് പറഞ്ഞപ്പോൾ കണ്ടിടത്തെല്ലാം പോയി പറഞ്ഞു. ഇന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും പറയുന്നു, അല്ലേ? മഹാനിയോഗം നേരെ തിരിച്ചെങ്ങാനും പറഞ്ഞിരുന്ന നമ്മളൊക്കെ ലോകം മുഴുവൻ സുവിശേഷീകരിച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ, അല്ലേ? അതാണ് നമ്മുടെ ഒരു അനുസരണക്കേടിൻ്റെ ഒരു പ്രത്യേകത, അല്ലേ? നിങ്ങൾ വചനം വായിക്കുമ്പോൾ നോക്കിയാൽ മതി. ആരോടും പറയരുതെന്ന് പറയുമ്പോൾ പറയും. അവസാനം കർത്താവിന് ഒന്ന് മാറിയിരിക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ? ഇസ്രായേലൊക്കെ വിട്ട് താൻ സോർ സീദോൻ, അല്ലേ? ടൈർ ആൻഡ് സീഡോൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന അവിടെ പോയി ഒന്ന് മാറിയിരിക്കാൻ നോക്കിയപ്പോൾ അവിടെയും ആളുകൾ വരികയാണ്. എന്താണ്? സൗഖ്യം വേണം, ഭൂതോപദ്രവം നീക്കണം, അല്ലേ? അങ്ങനെ ഒരു കനാന്യ സ്ത്രീ വന്ന് നിലവിളിക്കുകയാണ്. മർക്കോസിൽ പറയുന്നത് നിലവിളിക്കുകയാണ് അവർ, അല്ലേ? നിലവിളിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? മരണ വീട്ടിലൊക്കെ പോയാൽ കേൾക്കാം നിലവിളി, അല്ലേ? ഭയങ്കര നെഞ്ചത്തടിച്ച് കരഞ്ഞ് അവൾ വിളിക്കുകയാണ്. എന്തായാലും വന്നിരിക്കുന്ന സഹോദരി സഭക്കാരിയല്ല. നമുക്കങ്ങനെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവിശ്വാസിയായി വന്നിരിക്കുന്നു, അല്ലേ? അവിശ്വാസി വിളിച്ചാൽ നമ്മളാരും പോകത്തില്ല, അല്ലേ? വിശ്വാസി വിളിച്ചാലേ നമ്മളെ പോലെയുള്ള പൂർണ്ണസമയക്കാർ പോകത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചു പറഞ്ഞു. 23-ാം വാക്യം, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. നമുക്കൊക്കെ അത് ഇഷ്ടമാണോ? പ്രാർത്ഥനയ്ക്ക് പോകാൻ പോവാം നമ്മളിപ്പം, നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവ്
മൈൻഡ് ചെയ്യുന്നില്ല. കർത്താവ് ഒരു വാക്ക് പോലും പറയുന്നില്ല. അപ്പോൾ അവൾ ശിഷ്യന്മാരുടെ അടുക്ക് തിരിഞ്ഞു. കർത്താവോ കേൾക്കുന്നില്ല. ഇനി വല്ല അഭിഷക്തന്മാരുടെ പുറകെ, പാസ്റ്റർമാരുടെ പുറകെ പോകാം. ശിഷ്യന്മാരുടെ അടുക്ക ചെന്നപ്പോൾ അവർ ഇനി കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ച് കൊണ്ടുവരുന്നു. ഈ ശല്യം ഞങ്ങളുടെ പുറകെയായി ഈ ശല്യം അല്ലേ? അവളെ പറഞ്ഞയക്കണമേ, ഞങ്ങൾക്കോ കഴിയുന്നില്ല, നീയെങ്കിലും പറഞ്ഞയക്കണമേ. അപ്പോൾ കർത്താവിൻ്റെ ഉത്തരം, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു പ്രയാസം, അയ്യോ ഇസ്രായേലിന് വേണ്ടി മാത്രമാണോ അപ്പോൾ കർത്താവ് വന്നേ അല്ലേ? കർത്താവിൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ താൻ കൂടുതലും ഇസ്രായേലിന് വേണ്ടി, കാരണം ഇസ്രായേലിന് രാജ്യത്തിൻ്റെ ആ ഒരു കൽപ്പനയൊക്കെ കൊടുത്തിട്ട് അവരത് നിഷേധിച്ച് അവർ ക്രൂശീകരിച്ച് അതിനുശേഷമാണ് മഹാനിയോഗം അല്ലേ, ജാതികളുടെ ഇടയിൽ പോവുക എന്നുള്ളത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞ സത്യം തന്നെ, ഞാൻ വന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഇവർ ഒരു കനാന്യ സ്ത്രീയാണ്. അതിൻ്റെ കാരണം നമ്മൾ അവസാനം പോകുന്തോളും കാണും. അപ്പോൾ അവൾ അതൊന്നും വകവെക്കാതെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ച്. അവനോ, ഇതാണ് കർത്താവിൻ്റെ മറുപടി അല്ലേ, നിങ്ങൾക്കെല്ലാം പരിചിതമാണെങ്കിലും ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങളുണ്ട് അല്ലേ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട അപ്പം ഞാൻ എങ്ങനെ നിനക്ക് തരും? അതിന് അവൾ, ഈ ഉത്തരമാണ് ഇതിലെ ഏറ്റവും കാതലായ വാക്യം. ബാക്കിയെല്ലാം പശ്ചാത്തലമാണ് അല്ലേ. എന്താണ് അവളുടെ മറുപടി? അതേ കർത്താവേ, ഊവ് കർത്താവേ അല്ലേ. വളരെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരം പറയുമ്പം ഒരു ഭൂരിപക്ഷം വിശ്വാസികളും കർത്താവായിട്ട് ഉടക്കും. എന്നാൽ പിന്നെ നിങ്ങൾ വേറെ വഴി നോക്കും അല്ലേ. അതാണ് പലരും ചെയ്യുന്നത്, കർത്താവുമായിട്ട് ഉടക്കാൻ പോകും. ഈ സഹോദരി ഉണ്ടോ, ഒരു ഉടക്കവുമില്ല, ആമേൻ കർത്താവ് എന്നായി പറയുന്നത് അല്ലേ. അതേ കർത്താവേ എന്ന് മാത്രമല്ല, നീ പറഞ്ഞതുപോലെ ഒരു നായ്ക്കുട്ടിയൊക്കെ തന്നെയാണ് അല്ലേ. അതേ കർത്താവേ, പക്ഷേ എനിക്ക് നായ്ക്കുട്ടിയുടെ പങ്കെങ്കിലും തരണം, പിള്ളേരുടെ ഒന്നും എടുത്ത് തരണ്ട അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വെളിപ്പെട്ട് വരുന്നതെന്നറിയാമോ? താഴ്മ. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ശരിയായിട്ട് പ്രാർത്ഥിക്കണേ എന്തോ വേണം? താഴ്മ വേണം. അവൾ പറയുകയാണ്, എനിക്ക് നായ്ക്കുട്ടിയുടെ പങ്ക് തന്നാൽ മതി, വീഴുന്ന നുറുക്കിൻ്റെ ഒരറ്റം മതി, ഭൂതം പോകണേൽ അത്രയും മതിയെന്ന്. പിള്ളേരുടെ ഭക്ഷണമൊന്നും വേണ്ട, ഒരു അപ്പക്കഷ്ണത്തിൻ്റെ ഒരു ചെറിയ പീസ് കിട്ടിയാൽ മതി, എൻ്റെ മോള് സൗഖ്യപ്പെടും. അപ്പോഴാണ് യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത്. അപ്പോൾ വലിയ വിശ്വാസം വേണം. എന്തോ വേണം? നല്ല താഴ്മ വേണം. എന്തോ താഴ്മ? പലരുടെയും വിചാരം ആളുകളുടെ മുമ്പിലുള്ള മറ്റേ സൗമ്യതയും ഭവ്യതയും, പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒച്ചയ്ക്ക് വലിയ ഘനമൊന്നുമില്ല, ഇതൊക്കെയാണ് താഴ്മ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് ലോകത്തിലെ താഴ്മ. ശരിക്കുള്ള താഴ്മ എന്താണ്? ദൈവസന്നിധിയിലാണ് താഴ്മ, ദൈവ മുൻപാകെയാണ് താഴ്മ അല്ലേ. ഞാൻ ദൈവത്തിൻ്റെ മുൻപേ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടോ, ദൈവം വലിയവനാണ്, ഞാൻ ചെറിയവനാണ്. യേശുവേ നീ വലിയവനാണ്, ഞാൻ വെറും നായ്ക്കുട്ടിയാണ്, നിൻ്റെ ഒരു അപ്പക്കഷ്ണം മതി എൻ്റെ കൊച്ചിൻ്റെ ഭൂതം പോകാൻ അല്ലേ. ഇന്ന് ആളുകൾ പറയുന്നത് എങ്ങനെയാണ്? 40 ദിവസം ഉപവസിച്ചാലേ ഭൂതം പോകത്തുള്ളൂ. അപ്പോൾ അവരുടെ യേശു ഏതോ കുള്ളൻ, അവരുടെ സാത്താൻ ഭയങ്കരൻ, പിശാച് വലിയവൻ അല്ലേ. ഇന്നത്തെ TV-യിലെയൊക്കെ കള്ളപ്രസംഗങ്ങൾ കേട്ട് നോക്കണം. പിശാച് അല്ലേ. നമ്മൾ 10-40 ദിവസം ഉപവസിച്ച് വലിയ പ്രാർത്ഥനയൊക്കെ ഇവിടെ കണ്ടോ, അപ്പക്കഷ്ണം മതി കർത്താവേ, നീ വലിയവനാണ്, പിശാച് അത്രയേ ഉള്ളൂ, നിൻ്റെ ഒരു അപ്പക്കഷ്ണം കൊണ്ട് പിശാച് പോവും. ഞാൻ നായ്ക്കുട്ടി തന്നെയാണ്, ഞാൻ മേശക്കടി കിടപ്പുണ്ട് അല്ല, കസേരയിട്ട് കൂടെ ഇരിക്കുന്ന നിൻ്റെ മക്കളൊന്നുമല്ല കണ്ടോ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലുത്. അപ്പോൾ വലിയ വിശ്വാസം വേണമെങ്കിൽ എന്തോ വേണം? താഴ്മ വേണം. നിൻ്റെ വിശ്വാസം വലുത്. എന്നിട്ട് കർത്താവിൻ്റെ മറുപടി കണ്ടോ, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ. നമുക്കെല്ലാം കേൾക്കാൻ ഇഷ്ടമുള്ളൊരു ഉത്തരവല്ലേ. കർത്താവ് രാവിലെ വിളിച്ചിട്ട് ഇങ്ങനെ, നിൻ്റെ ഇഷ്ടം പോലെ ഭാവിക്കട്ടെ. ഇത് കേൾക്കാനേ എല്ലാവർക്കും ആഗ്രഹം അല്ലേ. നിൻ്റെ ഇഷ്ടം പോലെ അങ്ങ് സംഭവിക്കട്ടെ അല്ലേ. പക്ഷേ എപ്പോഴാണ് പറഞ്ഞത്? വലിയ വിശ്വാസം കണ്ടപ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. 1 താഴ്മ, 2 വിശ്വാസം, 3 ഈ സഹോദരി വിട്ടുകൊടുത്തില്ല, സ്ഥിരോത്സാഹം ഉണ്ടായിരുന്നു. അല്ലാതെ കർത്താവ് ആദ്യം പറ്റത്തില്ല, എന്നാൽ പിന്നെ പോവാം അല്ലേ. ശിഷ്യന്മാരോടും പറഞ്ഞു, അവരും പറഞ്ഞു പൊക്കോളാൻ, എന്നാൽ പിന്നെ അങ്ങ് നിർത്താം അല്ലേ. എത്ര പ്രാർത്ഥന നിർത്തി 2026 പ്രാർത്ഥിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല, അപ്പോൾ പിന്നെ അങ്ങ് നിർത്താം. ഇത് ദൈവഹിതമാണെന്ന് തോന്നുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞു വേണ്ടെന്ന്, മിണ്ടായിരിക്കുക കർത്താവ്
നമ്മളൊക്കെ എത്ര പ്രാർത്ഥന നിർത്തി അല്ലേ? മടുപ്പ് തോന്നും നമുക്ക് കുറച്ച് കഴിയുമ്പം അല്ലേ? ഇപ്പോൾ യേശു മിണ്ടാതിരിക്കുകയാണ്, നിങ്ങൾ ഒരേ വിഷയം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യേശു ഓരോരോ മുടന്തൻ ന്യായങ്ങൾ, ഇതുപോലത്തെ ന്യായങ്ങളൊക്കെ പറയുക, തരത്തില്ല, നീ മക്കളല്ല, നീ പട്ടിയാ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ നിർത്തുമോ? ചരിത്രമുണ്ടോ നിങ്ങൾക്ക്? സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിച്ച, ഒരു 10 വർഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അല്ലേ? അപ്പം എൻ്റെ സാക്ഷിയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ള 10 വർഷം പ്രാർത്ഥിച്ചാൽ ഞാൻ അമേരിക്കയിൽ പോയത് എൻ്റെ പഠനത്തിനും എല്ലാത്തിനുമായിട്ട്. ഈ 10 വർഷം പ്രാർത്ഥനയൊന്നും എളുപ്പമല്ല, കാരണം അടുപ്പ് വരും അല്ലേ? ഇപ്പോൾ ഈ അഴൂർ പഞ്ചായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പറയാണ് 10 വർഷം കഴിഞ്ഞിട്ട് ഈ സഭ വളരുന്നു പറഞ്ഞാൽ എത്ര പേര് നാളെ കാണും? 10 വർഷം കഴിഞ്ഞ് വരാം, ഇവിടെ ഒന്ന് വലുതൊക്കെ ആയിട്ട് വരാം അല്ലേ? നമ്മുടെയൊക്കെ വിചാരം നാളെ ഉണർവ് വരും, മറ്റന്നാൾ സഭ വളരും, അതിൻ്റെ അടുത്ത ദിവസം മാസം നമ്മൾ മെഗാ ചർച്ച് പണിയും. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ കർത്താവ് പറഞ്ഞാലോ 10 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളെന്ന്. നമ്മൾ നിൽക്കുമോ? സ്ഥിരോത്സാഹം പൊതുവെ ഇന്നത്തെ വിശ്വാസം, ഇന്നത്തെ മനുഷ്യർക്കേ ഇല്ല. കാരണം എന്താ? നമുക്ക് ക്ഷമയില്ല അല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഈ സഹോദരിയോട് കർത്താവ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണോ യേശു ക്രിസ്തു? വചനം വായിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെയാണോ സാധാരണ കർത്താവ് വ്യക്തികളോട്, പ്രത്യേകിച്ച് താഴ്മയുള്ള ഒരു സഹോദരിയോട് കർത്താവ്? ഇതെന്താ കർത്താവ് ഇങ്ങനെ അല്ലേ? ഇത് ഈ വേദഭാഗത്ത് കാണുന്ന യേശുവിനൊരു മലയാളി ചൊവയുണ്ടല്ലോ. ഇതൊരു കേരളത്തിൽ നിന്ന് കണ്ടു വന്ന ഒരു യേശുവിനെ പോലെ ഉണ്ടല്ലോ, ഇച്ചിരി മുരടനാണല്ലോ അല്ലേ? എന്താണെന്ന് പറയുക, തിരിച്ചു വായിക്കണം, അവസാനം കണ്ടിട്ട് പിന്നെ ആദ്യം പോയി ഒന്നുകൂടെ വായിക്കണം. നമ്മുടെ വിചാരം ഈ സഹോദരി എന്തോ കേമത്തരം കാണിച്ചു എന്നാണ്. തുടക്കം മുതൽ വായിക്കുമ്പോഴാണ് ഈ യേശു വിട്ടുകൊടുക്കാതെ ഓരോന്ന് പറയും തോറും ഇവളുടെ സ്ഥിരോത്സാഹം വർദ്ധിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ ചില പ്രാർത്ഥനാ വിഷയത്തിൽ കയറുമ്പം ഉടനെ ഒന്നും ഉത്തരം വരത്തില്ല. എന്താ കാരണം എന്നറിയോ? കർത്താവ് വിശ്വാസം പഠിപ്പിക്കുകയാണ്. കഷ്ടത വന്നാലേ സഹിഷ്ണുത പഠിക്കത്തുള്ളൂ അല്ലേ? കഷ്ടതയിലൂടെ സിദ്ധതയും, സിദ്ധതയിലൂടെ പ്രത്യാശയും. റോമർ 5 അല്ലേ? അപ്പോൾ പ്രത്യാശ എവിടെ വരും? എനിക്ക് നല്ല പ്രത്യാശയുണ്ട്, ഞാനിങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് ഭയങ്കര പ്രത്യാശ. എങ്ങനെ വരും? കഷ്ടതയിൽ കൂടെ സഹിഷ്ണുത കാണിച്ച് പോകണം. സഹിഷ്ണുതയില്ലാത്തവന് സിദ്ധതയില്ല, സിദ്ധതയില്ലാത്തവന് പ്രത്യാശയില്ല. ആ വാക്യം എപ്പോഴും വായിക്കുമ്പോൾ നമ്മുടെ സാമച്ചാൻ പറഞ്ഞൊരു കോമഡിയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. പുള്ളിയുടെ ഓരോ പെൺമക്കളുടെ അപ്പന്മാരുമായിട്ട് പറയും, നല്ല സ്വഭാവമുള്ളൊരു പയ്യനെ കൊണ്ട് ഇവളെ കെട്ടിക്കണം. അപ്പോൾ പാസ്റ്റർ ചോദിക്കും, എന്തൊക്കെ വേണം? അത് വീറ്റിഷ് കോംപ്ലക്ഷൻ, പിന്നെ 5 അക്ക സാലറി, മറ്റേത് മറിച്ചത്. അപ്പോൾ ഒരിക്കൽ വളരെ പണ്ടാണിത്, പാറോട്ടുകോണത്ത് വെച്ച് സാമച്ചാൻ പ്രസംഗിച്ച് പറഞ്ഞു, വീറ്റിഷ് കോംപ്ലക്ഷനൊക്കെ അവിടെ ഇരിക്കട്ടെ, സ്വഭാവശുദ്ധി എങ്ങനെ വരും? വചനത്തിൽ എന്തോ പറഞ്ഞിരിക്കുന്നത്? സ്വഭാവശുദ്ധിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സിദ്ധത, പ്രൂവൺ ക്യാരക്ടർ ഇംഗ്ലീഷിലെ സിദ്ധത. ഈ സിദ്ധത എങ്ങനെ വരുമെന്നോ? കഷ്ടതയിൽ കൂടെ പോയവനായിരിക്കണം. അയ്യോ, ഒരു കഷ്ടതയിൽ കൂടെ പോകാത്തവനായിരിക്കണം. അതായത് 5 അക്ക സാലറിയും, ജനിച്ചപ്പോഴേ ക്രിസ്തീയ കുടുംബത്തിലും ഒരു പീഡയും അനുഭവിക്കാത്തവനായിരിക്കണം. പോയി കെട്ടിക്കൊടുക്കും, ഒരു സിദ്ധതയും കാണത്തില്ല അല്ലേ? കഷ്ടതയിൽ കൂടെ പോയവർക്ക്, സഹിഷ്ണുത കാണിച്ചവർക്ക് സിദ്ധത വരും. സിദ്ധത ഉള്ളവർക്ക് ഭയങ്കര പ്രത്യാശ, അവർ ഏത് കഷ്ടതയിൽ കൂടെയും പിടിച്ചു നിന്നങ്ങ് എത്തും കേട്ടോ. അപ്പോൾ ഇവിടെയും കർത്താവ് ഈ ഉത്തരവൊക്കെ പറഞ്ഞത് ചുമ്മാ സ്ത്രീയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവളുടെ ഉള്ളിലുള്ള ആ വിശ്വാസം ഇങ്ങനെ പുറത്തു വരട്ടെ. കർത്താവ് ഓരോന്നോരോന്ന് പറയുമ്പോഴാണ് ഇവളുടെ വായിൽ നീ പുതിയ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനകൾ വന്നത്. അപ്പം നമ്മുടെ അടുത്തും കർത്താവ് ഇങ്ങനെ തള്ളിപ്പിടിക്കുമ്പം ഓർത്തോണം, നമ്മൾ വളരാൻ വേണ്ടിയിട്ടായി കർത്താവ് ഇത് ചെയ്യുന്നത്, അല്ലാതെ നമ്മളോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടായിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ താഴ്മ, വിശ്വാസം, സഹിഷ്ണുത. ഇനി ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു വേദഭാഗമുണ്ട്. മത്തായി 8 തിരിയാം. വളരെ സമാന്തരമായിട്ടുള്ളൊരു വേദഭാഗമാണ്. മത്തായി 8 കടന്നു വരാം. അവിടെ മത്തായി 8:5 നമ്മൾ കടന്നു വരുമ്പോൾ, എല്ലാവരും എടുത്തൊന്ന് പ്രതീക്ഷിക്കുന്നു. മത്തായി 8 കുറച്ച് പേജ് അടുത്തോട്ട് മറിച്ചാൽ മതി. മത്തായി 8:5 മുതലാണ് ഞാൻ വായിക്കുന്നത്. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ, കർത്താവ് താമസിക്കുന്ന കഫർന്നഹൂമിലാണ്, തൻ്റെ സ്വന്തം പട്ടണമായിട്ട് അവൻ മാറ്റിയിരിക്കുന്നുണ്ട്, ശുശ്രൂഷയുടെ കേന്ദ്രം. അവിടെ ചെന്നപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കർത്താവ്. അപ്പോൾ ഈ ശതാധിപൻ നിങ്ങൾ ഓർക്കണം, റോമാക്കാരനാണ്, അല്ലാതെ യഹൂദനല്ല. നേരത്തെ പറഞ്ഞതുപോലെ സഭക്കാരനല്ല, അവിശ്വാസി തന്നെ. അപ്പോൾ ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരന് പക്ഷവാതം പിടിച്ച് കഠിനമായ വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല,
ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാനൊരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ രണ്ട് വേദഭാഗം നമ്മളിപ്പോൾ കണ്ടല്ലോ. ഒന്ന് കനാന്യ സ്ത്രീ, മറ്റേത് ശതാധിപൻ. ഈ രണ്ടിടത്തെ കർത്താവ് വലിയ വിശ്വാസമൊന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു കേസിലും കർത്താവ് പറഞ്ഞു. ഈ രണ്ട് കേസിലെയും പ്രത്യേകത എന്താണ്? രണ്ടും യഹൂദനല്ല. യഹൂദന്റെ പ്രത്യേകത എന്താണ്? 39 പുസ്തകങ്ങളും വെളിപ്പാടും ദൈവിക ആരാധനയും സഭായോഗവും എല്ലാം ഉണ്ട്, പക്ഷേ വിശ്വാസമില്ല. ആരെങ്കിലും ഒരാൾ എന്നാ ഈ സ്ക്രീൻ ഇട്ടാൽ മതി. മർക്കോസ് 6:6 ഒന്ന് വായിക്കാം. മർക്കോസ് 6:6 ഇവിടെ നോക്കിയാൽ മതി. ഈ വായിച്ച വേദഭാഗം, അതായത് മത്തായി 8:10 വാക്യവുമായിട്ട് തട്ടിച്ച് വായിക്കണം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ഇവിടെ നോക്കിയ മർക്കോസ് 6:6 അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ആ യവന പദം ഈ രണ്ട് വാക്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, യേശുവായിട്ട് ചേർത്ത്. യേശുവിന് സാധാരണഗതിയിൽ ലോകത്തിൽ അതിശയമൊന്നും വരാറില്ല. യേശു അതിശയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ, ഒന്ന് ഇതും മത്തായി 8:10 ഒന്ന് ശതാധിപന്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു യഹൂദന്മാരുടെ. ഇത് സ്വന്തം പട്ടണമാണ്. മർക്കോസ് 6:1 മുതൽ വായിച്ചാൽ അറിയാം. തൻ്റെ സ്വന്തം പട്ടണം. താൻ നസറേത്തിൽ, ഗലീലയിലെ നസറേത്തിൽ പോയി തൻ്റെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ പോയപ്പം അവർ പറഞ്ഞു, ഇത് മറ്റേ തച്ചനല്ലയോ, ഇത് മറ്റേ ആശാരിയല്ലയോ, ഇവൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, ഇവൻ്റെ ചേട്ടത്തി ഇവിടെ ഉണ്ടല്ലോ, ഇവൻ മറ്റേ നമ്മുടെ പഴയ പയ്യനല്ലയോ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു. അപ്പോഴാണ് കർത്താവ് അവിടെ അവരുടെ അവിശ്വാസം കണ്ട് അതിശയിച്ചു. ഇവിടെ ജാതീയനായ ഒരുവൻ്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു അല്ലേ. എന്നിട്ട് പറയാണ്, ഇസ്രയേലിൽ ഒരിടത്തും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടില്ല. എന്തായിരുന്നു ഈ മനുഷ്യൻ്റെ വിശ്വാസം? ഇവൻ പറയാണ്, കർത്താവ് നീ വീട്ടിലൊന്നും വരണ്ട, എന്തിനാ നടന്നൊക്കെ അവിടം വരെ വരുന്നേ, നീ അങ്ങ് കൽപ്പിച്ചാൽ മതി, അങ്ങ് നടന്നോളൂ അല്ലേ. നമ്മുടെ സഹോദരി പറഞ്ഞ എന്തായിരുന്നു? അപ്പക്കഷ്ണത്തിൻ്റെ ഒരു അറ്റം മതി, തറയിൽ വീഴുന്ന ഒരു പീസ് മതി, ഭൂതമൊക്കെ പോവും. എന്താ അത് കാണിക്കുന്നേ? താഴ്മ. യേശുവേ നീ വലിയവനാകുന്നു, നിന്റെ ഒരു അപ്പക്കഷ്ണത്തിൻ്റെ അറ്റമൊക്കെ മതി, ഭൂതം പോകും. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പക്ഷവാതമൊക്കെ മാറും, എൻ്റെ രോഗം മാറും, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. താഴ്മ കണ്ടോ? അപ്പോൾ എവിടെ താഴ്മയുണ്ടോ അവിടെ എന്ത് കാണും? വലിയ വിശ്വാസം കാണും. അപ്പം നമുക്കൊക്കെ എന്താ വിശ്വാസം ഇല്ലാത്ത? എല്ലാവരും ഒന്ന് ചിന്തിച്ച്, നമുക്കൊക്കെ എന്താ വിശ്വാസത്തിൻ്റെ കുറവ്? നല്ല പോലെ നിഗളമുണ്ട്, നിഗളം. ഇവിടൊക്കെ വന്ന് എല്ലാവരും ഭവ്യതയോടൊക്കെ ഇരിക്കും, പക്ഷേ ഹൃദയത്തിൽ യേശുവിൻ്റെ മുൻപാകെ നിഗളമുള്ളിടത്ത് വിശ്വാസം കാണത്തില്ല അല്ലേ. ഇതെന്തോ ഇവരൊക്കെ ഇത്രയും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഈ പുള്ളി എന്തോ ഇത്രയും മണിക്കൂറുകളൊക്കെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുണ്ട്, നമുക്ക് നല്ല നിഗളമുണ്ട്, നല്ല അഹംഭാവമുണ്ട്. അതാണ് താഴ്മയില്ലെങ്കിൽ ഒരു വിശ്വാസവും കാണത്തില്ല. വിശ്വാസം ഇല്ല എന്ത് കാണത്തില്ല? പ്രാർത്ഥന കാണത്തില്ല. കണ്ടോ, ഈ എല്ലാ വേദഭാഗത്തിലും കണ്ടോ വിശ്വാസവും പ്രാർത്ഥനയും തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താണ് പ്രാർത്ഥന? വിശ്വാസത്തിൻ്റെ ബാഹ്യമായ ഒരു പ്രദർശനമാണ്. വിശ്വാസം നമ്മൾ എങ്ങനെയാണ് കർത്താവിനോട് പ്രകടിപ്പിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ. അപ്പോൾ വിശ്വാസം ഇല്ലേ ഒരു പ്രാർത്ഥനയില്ല. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റും എങ്ങനെ? കുറേ വാക്ചാതുര്യം, പ്രസംഗം. യേശുക്രിസ്തുവിനോട് രാവിലെ എഴുന്നേറ്റ് പ്രസംഗിക്കുക. ഈ പ്രസംഗമല്ല പ്രാർത്ഥന, വിശ്വാസത്തിൻ്റെ പ്രകടനമായിരിക്കണം നമ്മുടെ വാക്ക്. ഞാൻ വിശ്വസിക്കാത്ത ഒന്നും വായിക്കൂടെ പറഞ്ഞ കാര്യമില്ല. പള്ളിയിൽ പോയി കേട്ടിട്ടുള്ള സാഹിത്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുത്തെ ഇതേ യോഗത്തിന് ഞാൻ പ്രസംഗിച്ച ഓർമ്മയുണ്ടല്ലോ, സാഹിത്യം വിളമ്പലല്ല പ്രാർത്ഥന. പള്ളിയിൽ പോയി കാണാൻ പഠിച്ച പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്ന ഭാഷയൊക്കെ കടമെടുത്തിട്ട് കുറേ പ്രസംഗം. ആ പുള്ളി നന്നായിട്ട് പ്രസംഗിക്കും അല്ലെ, പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥനയല്ല, അത് സാഹിത്യം വിളമ്പൽ. വിശ്വാസം, ഹൃദയത്തെ പങ്കുവെക്കുക, ഹൃദയത്തെ പൊഴിക്കുക അല്ലേ. പോർ യുവർ ഹാർട്ട്, ഹൃദയം പകരണം ദൈവസന്നിധിയിൽ. പക്ഷെ എങ്ങനെ? താഴ്മയുള്ളിടത്തെ വിശ്വാസമുള്ളൂ, വിശ്വാസമുള്ളിടത്തെ പ്രാർത്ഥനയുള്ളൂ. പ്രാർത്ഥനയുണ്ടെങ്കിലേ എന്തുള്ളൂ? സഹിഷ്ണുതയോടെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് കർത്താവിനോട് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. മറ്റു സഹോദരിയോട് പറഞ്ഞത് നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇവിടെ നീ വിശ്വസിച്ചതുപോലെ. നമുക്കൊക്കെ ഇത് കേൾക്കാൻ വലിയ ആഗ്രഹമാണ് അല്ലേ. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ, നീ പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ, നീ ഇഷ്ടപ്പെട്ടതുപോലെ നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന്. ഇതൊക്കെ പക്ഷെ എപ്പോഴാ? വലിയ വിശ്വാസം ഉള്ളപ്പോഴേ ഉള്ളൂ.
വലിയ വിശ്വാസം വരണേ എന്ത് വേണം? താഴ്മ വേണ്ടതാകും. നമുക്ക് ഒരു വേദഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം. അവിടെയും കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലാണ് ഞാൻ വായിക്കുന്നത്. ലൂക്കോസ് 18. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. അപ്പോൾ എന്താ വിഷയം? ഉപമ പറയുന്നതിന് മുന്നേ നമുക്കറിയാം ഈ ഉപമ എന്തോ പഠിപ്പിക്കുന്നത്. എന്താണ്? മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, അതായത് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കണം, അല്ലേ? അതിൻ്റെ ഉപമയാണ്. ആ ഉപമ നമുക്കൊന്ന് കേൾക്കാം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയുമില്ലാത്ത, ആരെയും ഭയപ്പെടാത്ത ഒരു അനീതി പ്രവർത്തിക്കുന്ന ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. അതേ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. നിങ്ങൾ ആ താരതമ്യം ഒന്ന് നോക്കണേ. ന്യായാധിപനും വിധവയും. ന്യായാധിപന് സ്വന്തമായിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും, വളരെ ശക്തനാണ്, വലിയ അധികാരിയാണ്. ഇത് വിധവ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവൻ, അല്ലേ? വിധവ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആരുമില്ല, അല്ലേ? അപ്പോൾ അതേ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവൻ കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. ഏതോ ഒരു പാവം ഒരു വിധവ എന്ന് പറഞ്ഞുകൊണ്ട് അവന് വലിയ വകയൊന്നുമില്ലായിരുന്നു. അത് വകവെച്ചില്ല, അല്ലേ? വലിയ അധികാരി. അപ്പോൾ ഏതോ ഒരു പ്രതിയോഗി ഈ സഹോദരിക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതിലൊരു പ്രതിക്രിയ നടത്തി കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ആ പുള്ളി ഉള്ളി ചിന്തിച്ചതാണ് അടുത്ത വാക്യം. എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട്. വിധവ വിട്ടുകൊടുത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴൊക്കെ പ്രതിയോഗി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നോ വിധവ ന്യായാധിപൻ്റെ വീട്ടിൽ പോയി മുട്ടും. ഇത് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, ഓർത്തോണം. എപ്പോഴൊക്കെ പ്രതിയോഗി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നോ വിധവ ഈ ന്യായാധിപൻ, ഒരു ഗുണത്തിനും കൊള്ളാത്ത ന്യായാധിപനാണേലും പോയി മുട്ടുകയാണ്. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. മടുത്തുപോകാതെ താൻ പോയി ചോദിക്കുകയാണ് എന്നെ. അങ്ങനെ അസഹ്യപ്പെടുത്തുകയാണ്, അല്ലേ? അസഹ്യപ്പെടുത്തുകയാണ്. അങ്ങനെ അസഹ്യപ്പെടുത്തുന്നുകൊണ്ട് ഈ തലവേദന ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അവസാനം ന്യായാധിപനും ഇത് മെനക്കേടാവും, ഇത് അവസാനം വല്ല ഭാര്യയാവും, ഞാൻ കൊടുത്തു കളയാം, പോകാൻ പറ, നാശം, തലവേദന, അങ്ങനെ കൊടുക്കും. അവിടാണ് നമ്മുടെ ഉപമ അവസാനിക്കുന്നത്. ഇനി കർത്താവിൻ്റെ ചോദ്യമാണ്, അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞത് കേൾപ്പീൻ. നമ്മളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞത് കേൾപ്പീൻ. അങ്ങനെയാണെങ്കിൽ ദൈവമോ, അവിടെ നമ്മൾ ചിന്തിക്കണം, ദൈവം അനീതി പ്രവർത്തിക്കുന്നവനല്ല, അല്ലേ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഇത് നമ്മളോടുള്ള ചോദ്യമാണ്, അല്ലാതെ കർത്താവ് ചെയ്യുമെന്നല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളോടുള്ള ചോദ്യം, ചെയ്യുമോ? അനീതി പ്രവർത്തിക്കുന്ന ന്യായാധിപൻ അവസാനം സഹിക്കാൻ വയ്യാതെ ആ പുള്ളിക്കാരിക്ക് പ്രതിക്രിയ ചെയ്തു കൊടുത്തെങ്കിൽ ദൈവം തന്നോട് നിലവിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് പ്രതിക്രിയ ചെയ്യുകയില്ലയോ? ഇനി നിങ്ങളാരും ഉത്തരം പറയത്തില്ലെന്ന് പ്രതീക്ഷിച്ച് കർത്താവ് എന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാ, വേഗത്തിൽ ഉത്തരം വരിക തന്നെ ചെയ്യും, അല്ലേ? പിന്നെ അവസാനം ഒരു ചോദ്യം, എന്നിരുന്നാലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്താ വിശ്വാസം കണ്ടെത്തുമെന്ന് ഇവിടെ ചോദിച്ചേ? വിശ്വാസം ഉള്ളിടത്തെ എന്തുള്ളൂ? പ്രാർത്ഥനയുള്ളൂ. അന്ത്യകാലത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥനയില്ലായ്മ വളർന്ന് പന്തലിക്കുകയാണ്. ലോകത്ത് എവിടെ പോയി നോക്കിക്കോ, സഭകളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും വരാത്തൊരു യോഗമാണ്, അല്ലേ? ലോകത്തിൻ്റെ മറ്റു അമേരിക്കയിലൊക്കെ ഒരു പ്രാർത്ഥനയില്ല, ഒരു സഭയിലും ഒരു പ്രാർത്ഥനയൊന്നുമില്ല. പ്രാർത്ഥനയൊക്കെ ചത്തിട്ട് വർഷങ്ങളായി, അല്ലേ? അതിവിടെയും വരുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ വിശ്വാസികൾക്ക് ഇല്ലാത്തൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവ് അടുക്കും തോറും കർത്താവ് പറഞ്ഞതുപോലെ വിശ്വാസമൊക്കെ കാണാൻ പറ്റുമോ? വലിയ യോഗങ്ങൾ കാണും, മീറ്റിങ്ങുകൾ കാണും, ലൈവ് സ്ട്രീമുകൾ കാണും, എല്ലാം കാണും, പക്ഷെ വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, അല്ലേ?
അപ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണേ എന്തോ വേണം? വിശ്വാസം വേണം, താഴ്മ വേണം, സ്ഥിരോത്സാഹം വേണം, അല്ലേ? കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അസഹ്യപ്പെടുത്തുന്ന വിധം മടുത്തു ഓടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആണെങ്കിൽ അവരിപ്പോൾ അസഹ്യപ്പെട്ട് കളഞ്ഞേച്ച് പോവും. ആ രീതിയിലായിരിക്കണം നമ്മുടെ സ്ഥിരോത്സാഹം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ അളവിൽ ഒരു മനുഷ്യനോട് പോയി കാര്യം പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ കളഞ്ഞേച്ച് അയ്യോ തലവേദന പിടിച്ചോ പൊക്കോ, ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതോ നമ്മളിൽ നിന്ന് സ്ഥിരോത്സാഹം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഈ സഹോദരിയും താഴ്മയുള്ളവളും, അല്ലേ, തൻ്റെ വിഷയം സ്ഥിരോത്സാഹത്തോടെ അർപ്പിക്കുന്നതിനും വിശ്വാസമുള്ളവളുമായിരുന്നു. തനിക്ക് പ്രതിക്രിയ കിട്ടുമ്പോൾ തന്നെ ചെയ്യുമെന്ന് വെച്ച് വിട്ടുകൊടുക്കാതെ സ്ഥിരോത്സാഹത്തിൽ ആ ന്യായാധിപൻ്റെ അടുക്ക പോയത്. അത് നമുക്കൊരു ചിത്രമാണ് പ്രാർത്ഥനയുടെ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മൾ സാധാരണ ഇവിടെ ശനിയാഴ്ച കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാം ശുശ്രൂഷ വിഷയങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വ്യക്തിപരമായ നടപ്പും വിശുദ്ധിയും ജീവിതമൊന്നും ഇല്ലാതെ ശുശ്രൂഷയിൽ നമ്മൾ വളരത്തില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊന്നും നോക്കി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ആരെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നോക്കിയാൽ പറയുമോ? നമ്മുടെ എല്ലാം പേരെന്താണ്? വിശ്വാസി. പക്ഷെ ജീവിതത്തിലുണ്ടോ വിശ്വാസം? നിങ്ങൾ ഏത് വിഷയങ്ങളെയൊക്കെ ഓർത്താണ് ഈ വർഷം 2026 പ്രാർത്ഥിക്കുന്നത്? ആത്മീയ വിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങൾ, ഭാവി വിഷയങ്ങൾ, ഇതിങ്ങനെ പലതുമായിട്ട് നമുക്ക് ചിന്തിക്കാം. എല്ലാം വേണം താനും, അല്ല? ഭൗതികവും ഭാവിയും മാത്രം പോരാ, ആത്മീയമായിരിക്കണം ഒന്നാമത്തത്, അല്ലേ? ഏത് വിഷയത്തെ ഓർത്തായി പ്രാർത്ഥിക്കുന്നത്? എവിടാണ് താഴ്മ? എവിടാണ് വിശ്വാസം? എവിടാണ് സ്ഥിരോത്സാഹം? ചോദിക്കൊണ്ടൊരു ചോദ്യമാണ്, ഇല്ലേ? കർത്താവ് പറയും, അന്ത്യനാളിൽ ഞാൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം വല്ലതും കാണുമോ ഈ ലോകത്ത്? ഇതുപോലൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ കാണുമോ ഈ ലോകത്ത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവർ, അല്ലേ? അപ്പം തന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ. നിങ്ങൾ വർഷങ്ങളോളം പ്രാർത്ഥിച്ച ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്നോട് പറയണ്ട, നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞാൻ എന്തെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങുക. നിങ്ങളുടെ വിഷയങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ നമ്മൾ വായിച്ച വിഷയങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ, പക്ഷപാതക്കാരൻ്റെ കാര്യമായാലും ഈ ഭൂതഗ്രസ്തയായ മകളുടെ കാര്യമായാലും ഇവിടുത്തെ പ്രതിക്രിയ വിഷയമായാലും, ഇതിലെല്ലാം ഇവർ നിസ്സഹായരാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശതാധിപന് പക്ഷപാതം മാറ്റാൻ പറ്റത്തില്ല. ഈ അമ്മയ്ക്ക് മകളുടെ ഭൂതം മാറ്റാൻ പറ്റത്തില്ല. ഈ സഹോദരിക്ക് ഈ ന്യായാധിപനെ കൂടാതെ ഒരു പ്രതിക്രിയയില്ല. അപ്പം നിങ്ങൾ നിസ്സഹായത അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ നോക്കിക്കുക. എന്നെക്കൊണ്ട് കഴിയത്തില്ല, എനിക്ക് അസാധ്യമാണ് ഈ വിഷയങ്ങൾ തരണം ചെയ്യുക. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടോ ജീവിതത്തിൽ? അവിടെ പ്രാർത്ഥനയുണ്ടോ, അല്ലേ? അവിടെ നിങ്ങൾ താഴ്മയോടെ, കർത്താവേ എന്നെക്കൊണ്ടൊന്നും കഴിയത്തില്ലേലും നിൻ്റെ അപ്പകഷ്ണത്തിൻ്റെ ഒരറ്റം മതി, നിൻ്റെ ഒരു വാക്ക് മതി എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടായിരിക്കണം. ഈ അവസാനം വായിച്ച വേദഭാഗം ഏത് വിഷയത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പൊതുവായ ഒരു ഉപദേശമാണ്. വേഗത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർക്ക് വേഗത്തിൽ ദൈവം പ്രതിക്രിയ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് വേറെ ആരുമല്ല പറഞ്ഞത്, യേശുക്രിസ്തു തന്നെ പറഞ്ഞത്. ഇതൊരു വാഗ്ദത്തമായിട്ട് ഏറ്റെടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കിട്ടുമെന്നാണ്, അല്ലാതെ വിശ്വാസിയായ ഉത്തരം കിട്ടുമെന്നല്ല. വിശ്വാസികൾ പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിഷയങ്ങൾ നോക്കാം. സ്വന്തം ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയം കിട്ടാത്ത പാപം, നിങ്ങൾക്ക് ജയം കിട്ടാത്ത ചിലപ്പോൾ ഈ പ്രാർത്ഥനയില്ലായ്മ തന്നെ ഒന്നാമത്തെ വിഷയമാണ്. എന്നെക്കൊണ്ട് കഴിയത്തില്ല കർത്താവ് ഇങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ. അതിൽ തന്നെ തുടങ്ങാം, അല്ലേ? വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, വചന പഠനം, സുവിശേഷീകരണം, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ദൈവമായിട്ടുള്ള സംസർഗം, ഇവിടെ തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രയാസങ്ങൾ, എവിടെയെങ്കിലും നിസ്സഹായത അനുഭവിക്കുന്നുണ്ടോ? അസാധ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലത്തെ ഏതെങ്കിലും വിഷയമുണ്ടോ? ദൈവത്തോട് നിലവിളിക്കാം. ഇന്നു മുതൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു തുടങ്ങുമെന്നൊരു തീരുമാനമെടുക്കാം. ഈ വിഷയം വെച്ച് ഞാൻ സ്ഥിരോത്സാഹം കാണിച്ച് ഉത്തരം ലഭിക്കുന്നത് വരെയും പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനമെടുക്കാം, അല്ലേ? എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ശുശ്രൂഷ വിഷയങ്ങൾ, സഭയുടെ വിഷയങ്ങൾ എല്ലാത്തിനായിട്ടും പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഒന്ന് കണ്ണുകളടച്ച് ഈ വചനത്തോട് പ്രതികരിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ വിഷയങ്ങളിലേക്ക് കടക്കാം. പക്ഷെ ആദ്യമായിട്ട് എല്ലാവരും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ഓർത്ത് ഈ വചനത്തോടൊന്ന് പ്രതികരിക്കുക. താഴ്മയോടെ, വിശ്വാസത്തോടെ, സ്ഥിരോത്സാഹത്തോടെ ഈ വിഷയങ്ങളുടെ മേൽ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയില്ലായ്മ പൊറുക്കണമേ. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ. വിശ്വാസം ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ.
എല്ലാവർക്കും കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങളെ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രാർത്ഥനയില്ലായ്മയും അവിശ്വാസവും കണ്ടല്ല യേശു അതിശയിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന തൻ്റെ കൃപയുടെ പ്രവൃത്തി നിമിത്തം ഉളവാകുന്ന വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിത്തം കർത്താവ് സന്തോഷിക്കട്ടെ, അതിശയിക്കട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, താഴ്മയോടെ എനിക്ക് അങ്ങയുടെ സന്നിധി വരുവാൻ കൃപ തരണമേ. എന്നോട് ക്ഷമിക്കണമേ. അങ്ങയെക്കുറിച്ചുള്ള അറിവെല്ലാം പരിജ്ഞാനമെല്ലാം താഴ്മയായിട്ട് പരിണമിക്കട്ടെ. കർത്താവ്, എത്ര വലിയവനാണ് അങ്ങെന്നുള്ള വെളിച്ചത്തിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ നടപ്പിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ ബന്ധുമിത്രാദികളുടെ വിഷയത്തിൽ, ഈ സഭയുടെ വിഷയത്തിലൊക്കെ കർത്താവേ, അസാധ്യങ്ങളും നിസ്സഹായതയും എല്ലാം ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും. ദൈവത്തോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കാണും. കർത്താവേ, വേഗത്തിൽ അതിനുള്ള മറുപടി അങ്ങ് അയച്ചു തരണമേ എന്നുള്ള ഒരു തീരുമാനം, ഒരു സമർപ്പണം എല്ലാവരും ദൈവത്തോട് അറിയിച്ചാട്ടെ. നിങ്ങളുടെ വിഷയം ഏതാണോ അത് ചൊല്ലി കർത്താവിനോട് ഒരു തീരുമാനമെടുത്താട്ടെ. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും. ഈ വിഷയത്തെ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. അവനോട് നിലവിളിക്കും. അവൻ മൗനമായിരുന്നാലും, ഉത്തരം നൽകിയില്ലേലും, അവൻ കാലതാമസം വരുത്തിയാലും, സമയമെടുത്ത് ദീർഘക്ഷമയോടെ ഉത്തരം പറഞ്ഞാലും ഞാൻ കാത്തിരിക്കും. ഉത്തരം കിട്ടുന്നവരെ വർഷങ്ങളെടുത്താലും ഞാൻ കാത്തിരിക്കും. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു. അതിനുള്ള വിശ്വാസം, അതിനുള്ള താഴ്മ, അതിനുള്ള വെളിപ്പാട് എനിക്ക് പകർന്നു തരണമേ. കഷ്ടത തരണം ചെയ്ത് സഹിഷ്ണുത പ്രാപിക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു സമർപ്പണ ബോധത്തോടെ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ സമയം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. പ്രബോധനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവേ. ഞങ്ങളുടെ താഴ്മയില്ലായ്മ, ഞങ്ങളുടെ അഹങ്കാരമാണ് കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിനും പ്രാർത്ഥനയില്ലാത്തതിനും കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. ആ ശതാധിപനെ പോലെ, ആ കനാന്യ സ്ത്രീയെ പോലെ അങ്ങയുടെ സന്നിധിയിൽ താഴുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകർന്നു തരണമേ. അങ്ങ് വലിയവൻ തന്നെ കർത്താവേ. അങ്ങ് നല്ലവൻ തന്നെ കർത്താവേ. അങ്ങ് തീരുമാനിക്കുന്നതെല്ലാം ശരിയാണ് കർത്താവേ. അങ്ങയുടെ ഹിതമാണ് ഏറ്റവും നല്ലത് കർത്താവേ. അങ്ങുമായിട്ട് മത്സരിക്കാനോ, അങ്ങയെ എതിർക്കുവാനോ, അങ്ങയുടെ മുൻപിൽ നിഗളിച്ച് കർത്താവേ അങ്ങയെ തള്ളിപ്പറയാനോ ഒന്നും ഇടയാകാതെ വണ്ണം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ കുമ്പിട്ട് മുട്ടുമടക്കി കർത്താവെ അങ്ങയെ നമസ്കരിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ തരണമേ. താഴ്മ നിമിത്തം ഞങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം വളരട്ടെ. യേശു ക്രിസ്തു എത്ര വലിയവനാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ കർത്താവേ. ഒരു വാക്ക് മതി കർത്താവേ ഞങ്ങളുടെ ജീവിതം വഴിമാറുവാൻ. ഒരു അപ്പക്കഷ്ണത്തിന്റെ കർത്താവേ ഒരു അറ്റം മതി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉളവാകാനെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു കർത്താവേ. ഞങ്ങളുടെ മുൻപിലുള്ള എല്ലാ പർവ്വതങ്ങളും, എല്ലാ പൈശാചികവും, എല്ലാ ജഡീകവും ലൗകികവുമായുള്ള എല്ലാ പ്രതിസന്ധികൾക്കും നേരെ കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് മതി കർത്താവേ. അങ്ങയുടെ കൃപ അത്രയ്ക്ക് മതിയായ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ എത്ര കഷ്ടതയോടെ കടന്നു പോകണമേലും ഞങ്ങളുടെ മുൻപിൽ അങ്ങ് വെച്ചിരിക്കുന്ന ഏത് പാതയാണേലും അങ്ങയുടെ കൃപ മതിയായ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്ന കർത്താവേ. അവിശ്വാസത്തിന്റെ വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ കർത്താവേ. ലോകത്തിലുള്ള വിഷയങ്ങൾ, പൈശാചിക വിഷയങ്ങളെ പർവ്വതീകരിച്ച് അവയെ സ്തുതിച്ച് പ്രശംസിക്കുന്ന വാക്കുകൾ ഇനി ഞങ്ങളുടെ വായിൽ വരാതെ വണ്ണം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ വാക്കുകൾ, പ്രാർത്ഥനയുടെ വാക്കുകൾ ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് വരുവാൻ കർത്താവേ ഞങ്ങളുടെ അതരങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരുത്തിൽ സമർപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളിലും കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ വേഗത്തിൽ പ്രതിക്രിയ ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് കർത്താവേ ശതാധിപനോട് പറഞ്ഞതുപോലെ, ആ കനാന്യ സ്ത്രീയോട് പറഞ്ഞതുപോലെ, നിന്റെ ഇഷ്ടം പോലെ, നീ വിശ്വസിച്ചതുപോലെ ഭവിക്കട്ടെ എന്നുള്ള അങ്ങയുടെ പ്രസാദം അവർ പ്രാപിക്കുവാൻ അവരുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇന്നേ ദിവസം ഉപവാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളും അങ്ങ് കേൾക്കണമേ. വിശേഷാൽ ഞങ്ങളുടെ ശുശ്രൂഷയെ സംബന്ധിച്ച്, ഈ സഭയെ സംബന്ധിച്ച്, ഇവിടെയുള്ള മക്കളെ സംബന്ധിച്ച്, ഈ ദേശത്തെ സംബന്ധിച്ച് കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും സംബന്ധിച്ച് തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. സകലർക്കും മധ്യസ്ഥതയുടെ ഒരു ആത്മാവിനെ അങ്ങ് പകരണമേ
പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹൃദയംഗമായി പ്രാർത്ഥിക്കുവാൻ, ചുമ്മാ സാഹിത്യം വിളമ്പാനല്ല കർത്താവെ, വാക്കുകൾ ചുമ്മാ പറയാനല്ല കർത്താവെ, ഹൃദയത്തിൽ തട്ടി വിശ്വാസത്തോടെ യേശു ക്രിസ്തു ആരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ കർത്താവെ പ്രാർത്ഥിപ്പാൻ സകലരെയും പ്രാപ്തരാക്കണമേ. അതിനായിട്ട് സകലരുടെ മേലും അങ്ങ് അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്ന് യോഗത്തെ അങ്ങ് അനുഗ്രഹിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.